മറ്റൊരു വാർത്തയിലേക്കാണ് 6 വയസ്സുള്ള കുട്ടിയെ ആക്രമിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതിയായ പത്തനംതിട്ട CWC അംഗം അഡ്വക്കേറ്റ് എസ് കാർത്തികയെ ശിശുക്ഷേമ സമിതിയിൽ നിന്ന് നീക്കി. ചീഫ് സെക്രട്ടറിക്ക് നൽകിയ പരാതിയിലാണ് നടപടി. കേസിൽ കാർത്തികയുടെ ഭർത്താവ് അർജുൻ ദാസ് 1-ാം പ്രതിയും കാർത്തിക 4-ാം പ്രതിയുമാണ്. ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന അർജുൻ ദാസിനെ അടുത്തിടെ CPM പുറത്താക്കിയിരുന്നു. വിവരങ്ങളുമായി നന്ദുഷയുണ്ട്. നന്ദുഷ, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ പുറത്താക്കിയത്? ഇതൊരു സർക്കാരിനും കൂടിയുള്ള ഒരു തിരിച്ചടിയല്ലേ? തീർച്ചയായും ആതിര, കഴിഞ്ഞ വർഷം മാർച്ചിലാണ് ഇത്തരത്തിലൊരു കേസ് അർജുനും കാർത്തികയ്ക്കുമെതിരെ പോലീസ് എടുക്കുന്നത്. മലയാളപ്പുഴ പോലീസാണ് ഇത്തരത്തിലൊരു കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. 6 വയസ്സുകാരനെ ആക്രമിച്ചു എന്ന പരാതിയെ തുടർന്നായിരുന്നു കാർത്തികയ്ക്കും അർജുനുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇവർ രണ്ടുപേരും മാത്രമല്ല, മറ്റുള്ളവരും സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ കേസിൽ 1-ാം പ്രതി കാർത്തികയുടെ ഭർത്താവായിട്ടുള്ള അർജുനാണ്. 4-ാം പ്രതിയാണ് കാർത്തിക. ഈ വിഷയത്തിൽ ഈ കേസിനെ തുടർന്ന് അന്വേഷണം പുരോഗമിക്കുകയായിരുന്നു. ഈ അന്വേഷണം പുരോഗമിക്കുന്ന പശ്ചാത്തലത്തിൽ ഇത്തരത്തിലൊരു കുട്ടിയെ ആക്രമിച്ചു തന്നെ കേസിലെ പ്രതിയായിട്ടുള്ള കാർത്തിക ജില്ലയിലെ ശിശുക്ഷേമ സമിതിയിൽ അംഗമായി ഇരിക്കുന്നതിലെ ഒരു അനൗചിത്യമായിട്ട് കാര്യമായിട്ട് തോന്നിയതിനാലാണ് ഇത്തരത്തിൽ CWCയിൽ നിന്നും കാർത്തികയെ നീക്കിയത്. ഏതായാലും ഇന്നാണ് ഇത്തരത്തിലൊരു ഉത്തരവ് പുറത്തു വന്നത്. ഇത് തീർച്ചയായിട്ടും ഈ CWC തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇത്രയധികം ഈ വിഷയം വൈകിയത് തന്നെ ഒരു വലിയ ചർച്ചയായിട്ടുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, ഒരു കഴിഞ്ഞ മാർച്ചിൽ നടന്ന സംഭവത്തിൽ കാർത്തിക പ്രതിചേർക്കപ്പെട്ടിട്ട് പോലും കാർത്തികയ്ക്കെതിരെ ഒരു നടപടി ഉണ്ടാവാൻ ഇത്രയധികം വൈകുന്നത് എന്തുകൊണ്ടെന്ന ചോദ്യം CWCക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഒരു നടപടി കാർത്തികയ്ക്കെതിരെ ഉണ്ടായിരിക്കുകയാണ്. കുട്ടിയെ ആക്രമിച്ച കേസിൽ പ്രതിയായിട്ടുള്ള കാർത്തികയെ CWCയിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. അതിന്